കാസർഗോഡ് ചെർക്കളയിൽ നിന്നാണ് ഈ റിപ്പോർട്ട്. ഒരു പഞ്ചായത്ത് അംഗവും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു നിർധനരായ കുടുംബത്തിന് വീട് വെച്ചു കൊടുത്തു. ചെങ്കള പഞ്ചായത്തിലെ 16-ാം വാർഡംഗം പി ശിവപ്രസാദാണ് തനിക്ക് പഞ്ചായത്ത് അംഗമെന്നതിൽ കിട്ടിയ ഓണറേറിയവും കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായം കൊണ്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത്. നിർധന കുടുംബത്തിന് ബിവിഞ്ച കട്ടാരത്തെ ശർമിളയ്ക്കും കുടുംബത്തിനുമാണ് അവർ വീട് വെച്ച് നൽകിയത്. ഈ റിപ്പോർട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ലൈഫ് മിഷനിലുമൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് വീട് നിർമ്മിച്ച് നൽകാറുണ്ട്. ഒപ്പം ചില സന്നദ്ധ സേവന സംഘടനകളും സഹായവുമായി രംഗത്തെത്താറുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന് കിട്ടിയ ഓണറേറിയം ഉപയോഗിച്ച് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ ഒരു വീട് നിർമ്മിച്ചാലോ? കാസർഗോഡ് ചെർക്കളയിലെ അങ്ങനൊരു വീട് നമുക്കൊന്ന് കാണാം. ശർമിളയുടെ ഭർത്താവ് മരിച്ചതോടെ കുടുംബത്തിൻ്റെ വരുമാനം നിലച്ചു. 2 കുട്ടികളെയും കൊണ്ട് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ആകെയുണ്ടായിരുന്ന വീട് നിലംപൊത്തിയത്. ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും വീട് വൈകുമെന്നായതോടെ കുടുംബത്തിന് വീടൊരുക്കാൻ പഞ്ചായത്ത് അംഗം പി ശിവപ്രസാദ് തന്നെ നേരിട്ട് വന്നു. ശിവപ്രസാദിൻ്റെ പേരിലുണ്ടായിരുന്ന 3 ചിട്ടികളും വിളിച്ചെടുത്തു. വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും ഒപ്പം കൂടി. ഇവർ സ്വരൂപിച്ച 1,07,000 രൂപയും വീട് നിർമ്മാണത്തിനായി ചേർത്ത് വെച്ചു. പിന്നാലെ നാട്ടുകാരുടെ സഹായം കൂടി വന്നതോടെയാണ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എനിക്ക് ഓണറേറിയമായി 8,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പം അത് പൂർണ്ണമായും ഇത് നൽകാൻ വേണ്ടിയാണ് ആലോചിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു പൈസ അങ്ങനെയായി. ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ എൻ്റെ വാർഡിനകത്ത് 32 കുടുംബശ്രീക്കാരുണ്ട്. ആ 32 കുടുംബശ്രീയിൽ നിന്ന് 25 കുടുംബശ്രീക്കാരും അവരുടെ നാമമാത്രമായ തുക സ്വരൂപിച്ച് 1,07,000 രൂപ അവരും നൽകി. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവൃത്തി നമ്മുടെ നാട്ടിനകത്ത് നിർമ്മാണ തൊഴിലാളികളുണ്ട്, നമ്മുടെ DYFIക്കാർ, CPM പാർട്ടി മെമ്പർമാർ ഉൾപ്പെടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിലെ എല്ലാവരും കൂടി CPMൻ്റെ ആൾക്കാരും നാട്ടുകാരെല്ലാം കൂടിയിട്ടാണ് ഇങ്ങനൊരു വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. 8,000 രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു മാസത്തെ ഓണറേറിയം. 2020 മുതൽ ഇതുവരെ ശിവപ്രസാദിന് ലഭിച്ച മുഴുവൻ തുകയും വീട് നിർമ്മാണത്തിനായി കൈമാറി. ഇത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മാതൃകയാക്കണമെന്ന് നാട്ടുകാർ. ഒരു മാതൃകാ പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. CPIMൻ്റെ കട്ടാരം ബ്രാഞ്ച് യോഗത്തിലാണ് തികച്ചും നിർദ്ധരായ ഈ കുടുംബത്തെ ഒരു വീട് വെച്ച് സഹായിക്കണമെന്ന ചർച്ച ഉയർന്നു വന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ശിവപ്രസാദ് എൻ്റെ വാർഡ് മെമ്പർ എന്നതിൽ കിട്ടുന്ന അലവൻസ് പൂർണ്ണമായി ഇതിലേക്ക് ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന ബ്രാഞ്ചിനാകെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള തീരുമാനം ആ മെമ്പർ എടുത്തു. അത് ഈ പ്രവർത്തനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഏറെ ഗുണകരമായി തീർന്നിട്ടുണ്ട് എന്നാണ് മൊത്തത്തിൽ നാട്ടിലെ ജനങ്ങളുടെ ആകെ അഭിപ്രായം. അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശിവകേട്ടനും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരെയും പറ്റിയിട്ട് പറയാനുള്ളത്. ഒരു രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഇവരുടെ ഒരു ആവേശം കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ അഭിനന്ദനം എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലുള്ള ഒരു കുടുംബശ്രീക്കാരെല്ലാം വന്ന് വളരെ നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചത്. 2 കിടപ്പുമുറിയും ഹാളും അടുക്കളയും ഉൾപ്പെടെ 700 ചതുരശ്ര അടിയിലുള്ള വീടിനായി 7.5 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ചെലവായത്. നല്ലൊരു മുഹൂർത്തം നോക്കി വീട് ശർമിളയ്ക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണിവർ. ഇതാണ് ആ പഞ്ചായത്ത് മെമ്പറും കുടുംബശ്രീ പ്രവർത്തകരും ചെർക്കളയിൽ നിർമ്മിച്ചു നൽകിയ വീട്. ഇങ്ങനെയുള്ള മാതൃകകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.